ലളിത ചേച്ചിയെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത് സുധി വാൽമീകത്തിലെ ജയൻ്റെ സുധിയുടെ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. കാര്യം അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സിദ്ധാർത്ഥിന് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ ചേച്ചിക്ക് എറണാകുളത്ത് വരേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ ആ സിനിമയിലെ അവസാന രംഗമാണ് അത്. അപ്പോൾ അത് ചേച്ചി വരാതെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി ഷൂട്ടിംഗ് മാറ്റി വയ്ക്കാം എന്നൊക്കെ വെച്ചിരിക്കുന്ന ദിവസം നാളെ ഷൂട്ടിങ്ങാണ്, ഇന്ന് രാത്രി ചേച്ചി വിളിക്കുക. ചേച്ചി വിളിച്ചിട്ട് പറയുകയാണ് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ, മകൻ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ കാര്യം. പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, മറ്റേ ഡോക്ടേഴ്സാണല്ലോ. അപ്പോൾ ഞാൻ വരാം, നമ്മുടെ ഷൂട്ടിംഗ് നടക്കട്ടെ, എനിക്കൊരു വണ്ടി അയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര സംശയത്തിലാണ് വണ്ടി അയക്കുന്നത്. അന്നും ഷൂട്ടിംഗ് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ചേച്ചി വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ ചേച്ചിക്ക് ഒരു ചേഞ്ച് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആക്ടർ, അവരുടെ മനസാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ആ സീൻ ആക്ച്വലി ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചേച്ചിയാണ് ആ സീൻ കുറേയൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, സിദ്ധുവിൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് അവൻ ചോദിച്ച ചോദ്യമാണ്, ആ സിനിമയിൽ അത് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വരല്ല മോതിരം ഇടുക. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ചേച്ചി പറഞ്ഞ ഡയലോഗ്, അങ്ങനെ പറഞ്ഞ് ഡയലോഗ് ചേർത്തതാണത്. അപ്പം അതുപോലുള്ള കമ്മിറ്റ്മെൻറ്റ് എനിക്കറിയില്ല അത് എത്ര പേർക്കുണ്ടാവും. അതെനിക്ക് ഒരുപാട് വർഷങ്ങളായി സിനിമ അല്ലെങ്കിൽ അഭിനയം അതിൻ്റെ ഒരു തപസ്സിലൂടെ കടന്നുപോയ അവർക്കൊക്കെയാണ് അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക.